നമസ്കാരം. ആത്മീയ കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങളോടൊപ്പം തന്നെ പ്രധാനമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒന്ന് സിദ്ധാന്തം, ഒന്ന് പ്രയോഗമാണ്. ആത്മീയത ഒരു സിദ്ധാന്തമാണ്, ഭൗതികത ഒരു പ്രയോഗമാണ്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഭാരതത്തിലെ ദൈവിക ചിന്തയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത്. 3 തരത്തിലുള്ള ദൈവ സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ ആത്മീയ സങ്കല്പങ്ങളാണ് ഭാരതത്തിലുള്ളത്. ഒന്ന്, വളരെ പുരാതന കാലത്ത്, അല്ലെങ്കിൽ ഏറ്റവും പഴയ കാലത്ത് വനാന്തരങ്ങൾ താമസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയ ആത്മീയത, ആദ്യകാലത്ത് തുടങ്ങിയ ഒരു ആത്മീയത, അതിന്നും തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിലാണ് ഞാൻ, ജീവൻ, ആത്മാവ്, പരമാത്മാവ്, ഈ സങ്കല്പം, ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഇങ്ങനെയൊക്കെ ഉള്ള സങ്കല്പങ്ങളൊക്കെ വരുന്ന ആത്മീയമായ കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. സാധന, കർമ്മം, പുനർജന്മം, മോക്ഷം, ഇങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ആധ്യാത്മീയം എന്നൊക്കെ പറയാം. ആദ്യ ദൈവികതയുണ്ട്. ആദ്യ ദൈവികത എന്ന് പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെടുത്തി, ദൈവം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ജ്യോതിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്, നമ്മെ ജ്വലിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിനെ ജ്വലിപ്പിക്കുന്നത് ദൈവം. അതെല്ലായിടത്തും ഉണ്ട്. ദൈവത്തിന് പറയുമ്പോൾ ഈശ്വരനുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നശിക്കാതെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും, അതിപ്പോൾ ഈ ഭൂമിയിൽ നശിക്കാതിരിക്കുന്ന കാണുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിലേക്ക് പോകും. ആദ്യ ഭൗതികതയുമുണ്ട്. ആദ്യം മുതലേ തുടങ്ങിയിട്ടുള്ള ഭൗതികതയുമുണ്ട്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കണം. ആത്മീയത എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, അത് ആത്മാവെന്ന സങ്കല്പവും കൂടി വച്ചിട്ടാണ് അതിന് പരിശോധിച്ചാലാണ് കൂടുതൽ മനസ്സിലാവുക, പെട്ടെന്ന് മനസ്സിലാവുക. മനുഷ്യജന്മത്തിന് കൃത്യമായ ആവശ്യകതയുണ്ട്, കൃത്യമായ ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്താണ് ദൗത്യം, എന്താണ് ഉത്തരവാദിത്വം? കർമ്മപൂർത്തീകരണമാണ്. വെറുതെ വന്നു, ഭക്ഷണം കഴിച്ചു, വെള്ളമടിച്ചു, അല്ലെങ്കിൽ മദ്യപിച്ചു, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങ് ചത്തുപോയി. അതിനല്ല മാനവരാശിയുടെ ജന്മം. അങ്ങനെ വന്നാൽ ചുമ്മാ ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ, കർമ്മസാഫല്യത്തിനും കർമ്മപൂർത്തീകരണത്തിനുമാണ് മനുഷ്യൻ്റെ ജന്മം. അത് തന്നെ സത്കർമ്മം, ദുഷ്കർമ്മം, നിഷ്കാമകർമ്മം, ഇങ്ങനെ പല രൂപത്തിലുണ്ട്. ഈ കർമ്മങ്ങൾ ഓരോന്നായി ചെയ്ത് കർമ്മബന്ധങ്ങളറ്റ് ഭൂമിയിൽ നിന്ന് പ്രപഞ്ചവുമായി ചേരുന്ന ഒരു സിദ്ധാന്തമാണ് ആത്മീയതയിൽ പറയുന്നത്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് കേവലം പഞ്ചേന്ദ്രിയങ്ങളോ പഞ്ചകർമ്മങ്ങളോ പഞ്ചഭൂതങ്ങളുടെ ഭാഗമായിട്ടുള്ളതോ ഉള്ള ശരീരം മാത്രമല്ല. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഉയർന്ന തലത്തിലുള്ളൊരു ചിന്തയാണ്, അതൊരു ബോധമാണ്, അത് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ്. ഇങ്ങനെ ചിന്തിച്ച് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തലമാണ് ആത്മീയത. അത് ആത്മീയത എന്ന് പറയുന്നത് ആത്മീയ തലം എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ ദൈവിക തലമുണ്ട്. ദൈവിക തലം എന്ന് പറഞ്ഞാൽ ദൈവം, ഈശ്വരൻ, വിഗ്രഹം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, വിശേഷാൽ ഗ്രഹിക്കുന്നത്, ഗ്രാഹ്യത, ഭാവങ്ങൾ, നന്മ, തിന്മ, സന്തോഷം, ആനന്ദം, അങ്ങനെ ഓരോ മനുഷ്യൻ്റെ ഭാവങ്ങൾ, മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ നമ്മൾ ജ്വലിപ്പിച്ച് അതിൽ ചൈതന്യമുണ്ടാക്കി നമ്മളിൽ ചൈതന്യം കൂട്ടും. അൾട്ടിമേറ്റായിട്ട് വിഗ്രഹത്തിലല്ല ചൈതന്യം കൂട്ടുന്നത്. ചൈതന്യം കൂട്ടേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അങ്ങനെ മനസ്സിൽ ചൈതന്യം കൂട്ടി ശരീരത്തിലും അതിൻ്റെ ചൈതന്യം ഉണ്ടാക്കി കർമ്മം ചെയ്യാനുള്ള ഒരു ശേഷി നേടുക എന്നുള്ളതാണ്. അപ്പോഴും കർമ്മം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് ദൈവിക തലമൊക്കെ വരുന്നത്. ദൈവം എന്ന് പറയുന്ന സർവ്വവ്യാപിയായിട്ട് എല്ലായിടത്തുമുള്ള, ദ്യോതിപ്പിക്കുന്ന, നമ്മളെ ജ്വലിപ്പിക്കുന്ന, നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ ഒരു ശക്തി. ഈശ്വരൻ നശിക്കാതെ എല്ലായിടത്തും ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഭൗതികതലം. ഭൗതികതലം നമുക്കറിയാം. ഭൗതികതലത്തിലാണ് ഒരുപാട് ശാസ്ത്രശാഖകൾ ഉണ്ടായി വന്നത്. ആത്മീയതലത്തിൽ അങ്ങനെ ഒരുപാട് ശാസ്ത്രശാഖകൾ ഉണ്ടായി വന്നില്ല. കുറച്ച് ജ്യോതിഷം,
ഹസ്തരേഖ, പിന്നെ കുറച്ച് മനഃശാസ്ത്രം, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ മനസ്സിൻ്റെ ചില ചാഞ്ചല്യങ്ങളും ശാസ്ത്രമൊക്കെ അതേ വന്നോളൂ. ഈ ഒരുപാട് ഇപ്പോൾ പക്ഷേ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. മനുഷ്യജന്മം എങ്ങനെ ഉണ്ടായി എന്നതുൾപ്പെടെയുള്ളത് പുനർനിർവചിക്കുന്ന പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അതിങ്ങനെ മൃഗങ്ങളിൽ നിന്ന് മാത്രം രൂപപ്പെട്ട് വന്നതല്ല. അതിനപ്പുറമുള്ള ചിന്തകളും ഭൂമി തന്നെ എങ്ങനെ ഉണ്ടായി, ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം എവിടെയായിരുന്നു, അതിൻ്റെ സ്ഥൂലപ്രപഞ്ചം എന്താണ്, സൂക്ഷ്മപ്രപഞ്ചം എന്താണ്, സൂക്ഷ്മപ്രപഞ്ചത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്നതിനെയൊക്കെ പിന്നെ മനസ്സിൻ്റെ നിയന്ത്രണം എവിടെയാണ്, മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആരാണ്, അതിൻ്റെ ഘടകങ്ങൾ എന്താണ്, ബോധം എന്താണ്, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്, പുനർജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്, മോക്ഷമുണ്ടോ, ഇങ്ങനെയുള്ള ആത്മീയ തലത്തിൽ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഭൗതിക തല അന്വേഷണം ഇപ്പം നടക്കുകയാണ്. അതാണ് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഒരു ഘട്ടത്തിൽ ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ അന്വേഷിച്ചിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ കൂടുതലും വെസ്റ്റേൺ ശാസ്ത്രജ്ഞരായിരുന്നു. അവർ ഈ ആത്മീയതലോ അതൊന്നും അന്വേഷിക്കാൻ നടന്നില്ല. അവർ പരമാവധി കാശുണ്ടാക്കുന്നതിനെക്കുറിച്ചും പരമാവധി സമ്പത്ത് സ്വരൂപിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ആലോചിച്ചത്. ഇപ്പോൾ അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി ഒരുപാട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ, ഫാർമസ്യൂട്ടിക്കലിലൂടെ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചും അശരണരായും അല്ലെങ്കിൽ പിന്നെ പരുക്കുകൾ പറ്റിയൊക്കെ പോയ ജനങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ വലിയ പണം ഉണ്ടാക്കുന്നത് എങ്ങനെ, കാർഷിക വിളവെടുപ്പിലൂടെ വലിയ പണം ഉണ്ടാക്കുന്നത് എങ്ങനെ, അതിൻ്റെ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ പിന്നെ കെമിക്കൽസും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറ്റേ വളവും വിത്തും കീടനാശിനികളും പെസ്റ്റിസൈഡും ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ആ വ്യവസായത്തിലേക്ക് പോയി. പിന്നെ പോയത് സിമൻറ്റ് പോലുള്ള വ്യവസായങ്ങളാണ്, ബിൽഡിംഗ് വ്യവസായങ്ങളിലേക്കൊക്കെ. അങ്ങനെ ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം ഇതെല്ലാം, പിന്നെ കുറേ IT മേഖലയിലുള്ള പഠനങ്ങൾക്ക് പോയി. ഇങ്ങനെയുള്ള ഭൗതികമായ നേട്ടങ്ങൾക്കുള്ള പഠനങ്ങളാണ് കൂടുതലും ആദ്യ കാലം മുതൽ ഭൗതിക രംഗത്ത് നടക്കുന്നത്. പക്ഷെ അതെല്ലാം നേടിയാലും, ഭൗതികമായി ഒരു മനുഷ്യൻ എല്ലാ സമ്പത്തും നേടിയാലും, ഭൗതികമായ സുഖസൗകര്യങ്ങൾ നേടിയാലും വീണ്ടും ദുഃഖം ബാക്കി നിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതോ സുഖമായിട്ട് പോവുകയാണ്? സുഖമായി ആനന്ദത്തോട് പോവുകയാണെങ്കിൽ പ്രശ്നം തീർന്നു. പക്ഷെ വീണ്ടും പര്യവസ്ഥയായിട്ടാണ് ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വീണ്ടും കുഴഞ്ഞു പോകും മനുഷ്യൻ. അവിടെയാണ് ദൈവികതയും ആത്മീയതയും ഒക്കെ പ്രവർത്തിക്കുന്നത്. ആയുസ് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. അതേസമയം ആഗ്രഹമുണ്ട് ഒരുപാട് ജീവിക്കാൻ. അവിടെ ഒരു അനിശ്ചിതത്വം വരും. ആയുസ് എത്രയെന്നറിയില്ല. പിന്നെ നമ്മുടെ ആയുസ് എത്രയെന്നറിയാമെങ്കിലും എൻ്റെ ആയുസ് എനിക്കറിയാമെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ആയുസ് ഞാൻ പറയുന്നത് ശരി ഇത്രയൊക്കെ ജീവിക്കും. അമ്മയുടെ ആയുസ് അറിയില്ല, അച്ഛൻ്റെ ആയുസ് അറിയില്ല, മക്കളുടെ ആയുസ് അറിയില്ല, ബന്ധുമിത്രാദികളുടെ ആയുസ് അറിയത്തില്ല. അപ്പോൾ എനിക്ക് ദുഃഖം തരുന്ന എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ സമൂഹം, അവിടെയുള്ള എനിക്ക് ദുഃഖം തരുന്നവരുടെ ആയുസ്സും എനിക്കറിയത്തില്ല. ഇനി എൻ്റെ ആയുസ് പിടിച്ചാലും. അപ്പോൾ ഈ ആയുസ് അറിയാത്തിടത്തോളം കാലം, അടുത്ത നിമിഷം എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം, അനിശ്ചിതത്വം നിൽക്കുന്നിടത്തോളം കാലം മനുഷ്യന് ദുഃഖത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അങ്ങനെ ദുഃഖമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അടുത്ത നിമിഷം എന്തെന്നറിയാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, സമ്പത്തും അധികാരവും ഈ പറയുന്ന ആഡംബരവും എല്ലാ വസ്തുക്കളും ഉണ്ടാക്കണമെന്നുള്ള മോഹങ്ങൾ നിലനിൽക്കുന്നൊരു സമൂഹത്തിൽ, ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായും അങ്ങനെ വരുന്നൊരു സമൂഹം, ആർത്തിയും അത്യാർത്തിയൊക്കെ ആയി വരുന്ന സമൂഹത്തിൽ, വേണ്ട കേവല ആഗ്രഹമെങ്കിലുള്ള സമൂഹത്തിൽ തീർച്ചയായും അനിശ്ചിതത്വമുണ്ട്. ആഗ്രഹമുണ്ടോ അനിശ്ചിതത്വമുണ്ട്, നടക്കുമോ നടക്കില്ലയോ. അങ്ങനെ മനുഷ്യൻ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ പറയുന്ന പുതിയ തലങ്ങളിലേക്ക് മനുഷ്യൻ വളരേണ്ടി വരുന്നത്. മതി എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. പോരാ എന്ന് പറയാനാണ് നമ്മൾ പഠിക്കുന്നത്. മത്സരമാണ്. അപ്പോൾ തിരിച്ച് മതി എന്ന് പറയണമെങ്കിൽ ഒരു ആത്മീയ തലം നമുക്കുണ്ടാക്കിയെടുക്കണം. പോരാ എന്ന് പറയാനാണെങ്കിൽ ഭൗതിക തലം മാത്രം മതി. എല്ലാവരും പോരാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് ഇവിടെ ഇല്ലേയും താനും. അതാണ് വേറൊരു ഒരു വൈപരീത്യമായിട്ടുള്ള കാര്യം.
ഒരു കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്നതാണ്. ഇവിടെ എല്ലാവർക്കും എല്ലാ രൂപത്തിലും ആഗ്രഹിക്കുന്ന രൂപത്തിൽ കൊടുക്കാനുള്ള സ്വത്ത് ഭൂമിയിലില്ല. അപ്പോൾ ആരെങ്കിലും കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഏതിലാണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്? ദരിദ്രൻ പട്ടിണി കിടന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് സമ്പന്നൻ വീണ്ടും സമ്പന്നനാവണോ? സമ്പന്നൻ ദാരിദ്ര്യമൊക്കെ മാറ്റി ഒരു മര്യാദയ്ക്ക് ജീവിച്ചിട്ട് അതുകൂടെ കൊടുത്ത് ദരിദ്രൻ കുറച്ചുകൂടി ഉയർന്നു വരണോ? സമ്പന്നതയിലേക്ക് വരണോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇവിടെയാണ്, ഇങ്ങനെ ചോദിക്കുന്ന ഇടങ്ങളിലാണ് ആത്മീയതയുടെ പുതിയ തലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. മനുഷ്യൻ്റെ മനസ്സിനെ നമുക്ക് മറ്റ് രൂപത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ദൈവം എന്ന് പറയുന്നത് ഒരു അവസാനത്തെ വാക്കല്ല. ദേവതാ സമ്പ്രദായമുണ്ട്. ദൈവസമ്പർക്കമല്ല ദേവതാ സങ്കല്പം വേറെ, ദൈവസങ്കല്പം വേറെ. ദേവതകളെന്ന് പറഞ്ഞാൽ ആദ്യ ദേവതാ സങ്കല്പമൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തിലൊരു പ്രത്യേക പ്രതിഷ്ഠയ്ക്കൊരു രൂപം, അല്ലെങ്കിൽ ഒരു ഭാവം, അല്ലെങ്കിൽ അതിനൊരു ചിന്ത, അത്രയേ ഉള്ളൂ അതിനകത്ത്. അവിടെ ചെന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് ചിന്തിക്കാനോ പറയാൻ്റെ കാര്യമില്ല. ഇപ്പോൾ ഗണപതിയുടെ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് സകല ദൈവങ്ങളെ അവിടെ വിളിച്ചാൽ അവിടെ കാണാൻ പറ്റത്തില്ല. ഗണപതിയെ മാത്രമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഗണപതിയാണ് അതിൽ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗണപതിയുടെ കാര്യങ്ങളെ അവിടെ ഉള്ളൂ. ഗുരുവായൂരപ്പനെ വച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആളുകൾ പോയി ആരാധിക്കുന്ന പ്രാർത്ഥന ശ്രീകൃഷ്ണൻ, അവിടെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവങ്ങളുടെ കാര്യമെടുത്താലും ദൈവികതയുടെ കാര്യമെടുത്താലും ദേവതാ സമ്പ്രദായം എടുത്താലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇപ്പോൾ ദേവന്മാർ തന്നെ പ്രധാനപ്പെട്ട ദേവനുണ്ട്, ഉപദേവനുണ്ട്. ചില ക്ഷേത്രങ്ങൾ ഉപദേവൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അവിടെ ഗണപതി ക്ഷേത്രമാണ്, മഹാദേവൻ്റെ ക്ഷേത്രമല്ലേ. പ്രധാന പ്രശ്നം മഹാദേവനല്ലേ. പക്ഷേ എന്താ ഗണപതിയെക്കുറിച്ച് അറിയപ്പെടുന്നത്? ഉണ്ണിയപ്പം. പിന്നെ ആളുകൾക്ക് വന്നാൽ അവിടെ ഗണപതി വിഗ്രഹത്തിനടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതാണ് അവർക്ക് കൂടുതൽ താല്പര്യം, മഹാദേവനെ കാണുന്നതിനേക്കാൾ. ഉപദേവതയാണ്, പ്രധാന ദേവത വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപദേവതാ സങ്കല്പം, പ്രധാന ദേവതാ സങ്കല്പം, കുലദേവതാ സങ്കല്പം, ദേശദേവതാ സങ്കല്പം, ഇങ്ങനെ പല കൺസെപ്റ്റുകളിലാണ് മനുഷ്യർ ദേവതാ സമ്പ്രദായത്തെ, ആദിദേവതാ സമ്പ്രദായത്തെയും കൊണ്ടുപോകുന്നത്. അത് ഞാനീ പറഞ്ഞ പോലെ മനുഷ്യർക്ക് ദുഃഖങ്ങൾ ഇല്ലാതിരിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്വാതന്ത്ര്യം കൂടുതൽ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ജനാധിപത്യം കൂടുതൽ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആനന്ദം കൂടുതൽ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ ഇപ്പോൾ ക്രിസ്ത്യൻ സെമറ്റിക് മതങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഞങ്ങൾ പാപികളാണ്, സകല പാപവും തീർത്ത് പോക്കി കഴുകി, ഇത് അങ്ങനല്ല. നമ്മൾ സകലകലാ വല്ലഭനാണ്. അത് അഹങ്കാരത്തിൻ്റെതല്ല, വിനയത്തിൻ്റേതാണ് ഈ വല്ലഭൻ. അപ്പോൾ അത് വിജയത്തിൻ്റേതാണ്, അത് ധൈര്യത്തിൻ്റേതാണ്, അത് ആനന്ദത്തിൻ്റേതാണ്, സന്തോഷത്തിൻ്റേതാണ്, വിട്ടുപോകുന്നതിൻ്റേതാണ്, ജനാധിപത്യത്തിൻ്റേതാണ്, സ്വാതന്ത്ര്യത്തിൻ്റേതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ആത്മീയത. അപ്പോൾ ഇൻക്ലൂസീവായി ഇടിച്ചിരിക്കലല്ലോ. ഇപ്പോൾ കുതിരയെ കൊണ്ടുവന്ന് ചക്കിന് കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കാളയെ ചക്കിന് കെട്ടിയാൽ എണ്ണയാട്ടിയെടുക്കാൻ പറ്റും. കുതിരയെ കൊണ്ട് ചക്കിന് കെട്ടിയാൽ എങ്ങനെ ഇരിക്കും? അത് ചുമ്മാ അവിടെ കിടന്ന് അമറും. എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വാതന്ത്ര്യമായി പോകേണ്ട, ജനാധിപത്യപരമായി പോകേണ്ട ഒരു സംവിധാനമാണ് ആത്മീയതയിൽ നമ്മൾ പറയുന്നത്, ഇന്ത്യയിലൊക്കെ പറയുന്നത്. സനാതനധർമ്മമൊക്കെ പറയുന്നതാണ്. അന്വേഷിക്കുക, നിങ്ങൾ എത്ര കണ്ട് അന്വേഷിക്കുക അത്രയും കണ്ട് അന്വേഷിക്കുക, ഡീപ്പായിട്ട് അന്വേഷിക്കുക. അങ്ങനെ എത്ര അന്വേഷിച്ചാലും മതിയാവരുത്, വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള അന്വേഷണമാണ് ആത്മീയതയിൽ പറയുന്നത്. ദേവതാ സമ്പ്രദായത്തിൽ അങ്ങനെയല്ല. ദേവതയുടെ അടുത്ത് ചെല്ലുന്നു, കാണുന്നു, കാര്യം പറയുന്നു, സല്യൂട്ട് അടിക്കുന്നു, വരുന്നു. അത് വേറെയാണ്. ഭൗതികത വേറെയാണ്. നമുക്ക് ഭൗതികത വേറൊരു തലത്തിൽ ഉള്ള സംവിധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിലനിർത്തുന്നതിനുള്ള, ഭൗതികമായ ശരീരത്തെയും ഭൗതികമായ മറ്റു ഘടകങ്ങളെ നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ. ഇതെല്ലാം ഒന്നിന് കോംപ്ലിമെൻ്ററിയാണ്. പക്ഷേ ഒന്നൊന്നിന് ബദലല്ല. കോംപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞ് ശരിയാവും. പാരലലുമാണ്, കോംപ്ലിമെൻ്ററിയാണ്. ഒന്നുമായി താതാത്മ്യം പ്രാപിച്ചതാണ് അടുത്തത്. ഭൗതിക ജീവിതവുമായി താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്നതാണ് ആത്മീയ ജീവിതം. അതുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നതാണ് ദേവതാ സമ്പ്രദായം. അതുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നതാണ് ഈശ്വര സങ്കല്പം. അതുമായി താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്നതാണ് ദൈവസങ്കല്പം. അപ്പോൾ ദൈവമാണോ ദേവത? അല്ല.
ദേവതയാണോ ഈശ്വരൻ? അല്ല. ഈശ്വരനാണോ ദൈവം? അല്ല. ഇവയെല്ലാം തമ്മിൽ കോംപ്ലിമെൻ്ററി പാസ്സാണ് എല്ലാവരും. ഒരു കുടുംബത്തിലെ കോംപ്ലിമെൻ്ററി അംഗങ്ങളാണ് ഇവരെല്ലാം. അങ്ങനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് വളരെ വ്യത്യസ്തമായി ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുകയും നമുക്ക് കൂടുതൽ മനോഹരമായി സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് പറയാനും എഴുതാനും ഒക്കെ വളരെ സുഖമുള്ള കാര്യമാണ്. പക്ഷേ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ്. പ്രയാസമൊന്നുമല്ല, അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. എന്തെന്നാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വശത്ത് ആഗ്രഹം, അത് അത്യാഗ്രഹത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം, ആർത്തിയിലേക്ക് പോകാനുള്ള ആഗ്രഹം. എത്ര കിട്ടിയാലും പോരാ, ഭക്ഷണമായാലും എന്തായാലും പോരാ പോരാ എന്നുള്ള ആഗ്രഹം. മറുവശത്ത് ഇത് മതി എന്നുള്ളൊരു മാനസികാവസ്ഥ, ഇത്രയോ വേണ്ടു എന്നുള്ളൊരു മാനസികാവസ്ഥ, ഇത്രയും മതി എന്നൊരു മാനസികാവസ്ഥ. അത് തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്. അത് ആ ബാലൻസ്, അങ്ങനെയുള്ള പൊരുത്തക്കേടിനെ ഒരു പൊരുത്തമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒന്ന് സമരസപ്പെടുത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത്. അവ സമീകരിക്കാൻ കഴിയുമ്പോഴാണ്. ഈ ഭൗതികമായ നേട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാവർക്കും എല്ലാം ഇങ്ങനെ കിട്ടി, എല്ലാവർക്കും എല്ലാം കിട്ടി അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു വിവേചനം വേണ്ടി വരും. ആ വിവേചനം ആരും നിശ്ചയിക്കും? സ്വയം അച്ചടക്കത്തിലൂടെ അവരവർ നിശ്ചയിക്കണം. മറ്റൊരാൾ നിശ്ചയിച്ചാൽ പോയി വഴക്ക് നടക്കും, ചൂഷണം നടക്കും, പിന്നെ അവിടെ അടിമത്തം നടക്കും, പിന്നെ അവിടെ തർക്കമായിരിക്കും. അപ്പോൾ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. ആത്മീയ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭൗതിക ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദേവതാ സമ്പ്രദായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവസങ്കല്പത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞൊരു ഫ്രെയിം വർക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിച്ചാൽ വളരെ മനോഹരമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് റിയലൈസ് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നത്? ആത്മീയത എന്നൊരു ചിന്താ പദ്ധതി എന്തിനു വന്നു? ദൈവികത എന്നൊരു സങ്കല്പം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയാലിറ്റി എന്തിനു വന്നു? ഈശ്വരൻ എന്നുള്ളൊരു കൺസെപ്റ്റ്, അതൊരു റിയാലിറ്റിയായി എങ്ങനെ വന്നു? ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറ അല്ല, മരിച്ചു പോയാൽ വീണ്ടും ജന്മം ഉണ്ടെന്നാണ്, പുനർജന്മം ഉണ്ടെന്നാണ്. പുല്ല് മുതൽ പുഴു വരെ, പൂനാര വരെ ഏതെങ്കിലുമൊക്കെ ജീവിയായോ അല്ലെങ്കിൽ മൃഗമായോ പക്ഷിയായോ മനുഷ്യനായോ എന്തായിട്ടും ജനിക്കാമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മരിച്ചു പോയാൽ നമ്മളുടെ മെറ്റീരിയൽ, റാ മെറ്റീരിയൽ, ഭൂമിയിൽ കളയുന്ന റാ മെറ്റീരിയൽ അന്തരീക്ഷത്തിലും വായുവിലും വെള്ളത്തിലും മണ്ണിലും ഒക്കെ ചേരും. അവ മറ്റ് ജീവജാലങ്ങൾക്ക് പിന്നെ അന്നമായി മാറും, സ്വാഭാവികമല്ലേ. അവ വീണ്ടും മറ്റുള്ള ജീവജാലങ്ങൾക്ക് അന്നമാകും. അത് ചിലപ്പോൾ ചെടികൾക്കായിരിക്കും, ചെടികൾ കഴിക്കുന്ന മനുഷ്യനായിരിക്കും. അങ്ങനെ അത് പാസ് ചെയ്ത് പോകും. ചിലപ്പോൾ മൃഗങ്ങൾക്കായിരിക്കും, മത്സ്യങ്ങൾക്കായിരിക്കും. അപ്പോൾ മത്സ്യജന്മമായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആത്മീയമായ കാര്യങ്ങൾ കൂടി മനുഷ്യൻ ചിന്തിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുൾ അവിടെയാണ്. ഞാൻ 3 തലത്തിൽ പറഞ്ഞു. ഒന്ന് ആത്മീയ തലം, തുടക്കം മുതലുള്ള മനുഷ്യരുണ്ടായ തലം മുതലുള്ള ഒരു ആത്മീയ തലത്തിലൂടെ മനുഷ്യൻ്റെ സഞ്ചാരം. ദേവതാ സമ്പ്രദായത്തിലൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെയും ഈശ്വരൻ്റെയും ഒക്കെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നാം രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ദേവതാ സമ്പ്രദായത്തിലൂടെ ഉള്ള ഒരു പോക്ക്. ഇത് രണ്ടും വിട്ടുമാറി ഭൗതിക തലത്തിലൂടെയുള്ളൊരു പോക്ക്. ഇത് മനസ്സിലാക്കിയാൽ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ആത്മീയതയും പഠിക്കാൻ പറ്റും, ദൈവത്തെയും പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റും, ഭൗതിക ജീവിതവും മനസ്സിലാക്കാൻ പറ്റും. സുഖമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സെമിറ്റിക് മതങ്ങളൊക്കെ പറയുമ്പോഴല്ല ഹിന്ദുമതം പറയുന്നത്, അല്ലെങ്കിൽ സനാതനധർമ്മം പറയുന്നത്. അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്. അത് മനസ്സിലാക്കി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആനന്ദം, സന്തോഷം, ധൈര്യം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഇതിലൂടെ മനുഷ്യൻ മാനവനായി മാറുന്ന ഒരു ചിന്താ പദ്ധതിയിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ വളരെ മനോഹരമായി നമുക്ക്
യാതൊരു പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും.